2025 അശ്വതി നക്ഷത്രക്കാരുടെ അശ്വിനി നക്ഷത്രം മേടം രാശി ജാതക ഫലങ്ങൾ ചുരുക്കത്തിൽ മലയാളത്തിൽ ചുവടെ കാണാം. 2025 അശ്വതി നക്ഷത്രം ജാതകഫലം. അശ്വതി നക്ഷത്ര ഒയ്ധയി 2025. രാശി മേടം. നക്ഷത്രം അശ്വതി അശ്വതി ഹോ അശ്വിനി. അധിപതി കേതു. രാശി ഭാഗ്യഗ്രഹം ചന്ദ്രൻ. 2025 പ്രധാന ഗ്രഹസ്ഥിതികൾ. ശനി കുംഭം ലാഭം. വ്യാഴം മിഥുനം മുതൽ കർക്കിടകം ഭാവം അനുസരിച്ച് മാറ്റം. രാഹു മീനം. കേതു കന്നി. തൊഴിൽ ബിസിനസ്. വർഷാരംഭം മുതൽ തൊഴിൽ രംഗത്ത് വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലികൾ ലഭിക്കാവുന്ന സമയം. ഗവൺമെന്റ്, ബാങ്ക്, വിദേശം എന്നിവയിൽ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ, റിസ്ക് എടുത്താൽ ലാഭം ലഭിക്കും. ജൂൺ മുതൽ കൂടുതൽ സംശയകരമായ നീക്കങ്ങൾ ഒഴിവാക്കൂ. സാമ്പത്തികം. വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകും, പ്രത്യേകിച്ച് ഏപ്രിൽ ശേഷം. ഘടഭാരം കുറയ്ക്കാൻ സമയസൂചനകൾ നൽകും. ഉച്ചഭക്ഷണ ചെലവുകൾ കുറയ്ക്കണം. ശുക്രൻ സഹകരിക്കും. വിവാഹം പ്രണയം. അവിവാഹിതർക്കു വിവാഹയോഗം മെച്ചപ്പെടും, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ. പ്രണയം നിലനിൽക്കുന്നവർക്കു കുറച്ച് മനസ്സിടപാടുകൾ ഉണ്ടാകാം, പരസ്പര വിശ്വാസം ശക്തമാക്കണം. വിവാഹിതർക്കു ദാമ്പത്യത്തിൽ ഒരു പുതിയ പരിവർത്തനത്തിന്റെ ലക്ഷണങ്ങൾ. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്കു വിജയകരമായ വർഷം. മത്സര പരീക്ഷകൾക്കു വേണ്ടി പരിശീലിക്കുന്നവർക്കു വിജയസാധ്യത. വിദേശ വിദ്യാഭ്യാസ സാധ്യതകളും ഉണ്ട്. മാർച്ച് മുതൽ സമയം അനുകൂലമാകും. ആരോഗ്യം. ശരീരസാധ്യതയും ചിന്താസമ്മർദ്ദവും കുറയ്ക്കേണ്ടതുണ്ട്. വയറുവേദന, തളർച്ച, തലവേദന, തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും സാധ്യത. യോഗം, പ്രാണായാമം മുതലായവ ശാരീരികവും മാനസികവുമായ സന്തുലിതത്വം നൽകും. മാറ്റങ്ങൾ പരിചരണങ്ങൾ. ശനിയുടെ കറ്റിൽ വസിക്കുന്നത് കുംഭത്തിൽ അശ്വതിക്കാർക്ക് കൂടുതൽ ലാഭം നൽകും. ഗുരുവിന്റെ ഭവചലനം കുട്ടികൾക്കും ജ്ഞാനാർത്ഥികൾക്കും വിജയം നൽകും. ദാരിദ്ര്യം കുറയ്ക്കാനും അർഹമായ അവസരങ്ങൾ കിട്ടാനും സാധ്യത. പരിഹാര നിർദ്ദേശങ്ങൾ. തിങ്കളാഴ്ച രാവിലെ ചന്ദ്രനോട് പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം, ദക്ഷിണാമൂർത്തി സ്തോത്രം ജപിക്കുക. ഒപ്പം നവഗ്രഹ ശാന്തി ഹോമം വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് നല്ലത്. രാഹുകേതു ദോഷമുണ്ടെങ്കിൽ ശിവക്ഷേത്രം സന്ദർശമോനെ. ഇത് 2025 ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി മേടം രാശി ജൂൺ മുതൽ ഡിസംബർ വരെ അനുഭവപ്പെടുന്ന ജാതകഫലങ്ങളുടെ വിശദമായ വിശകലനം ആണ്. 2025 ജൂൺ ഡിസംബർ ഭരണി നക്ഷത്ര ജാതകഫലം മലയാളം. രാശി മേടം. നക്ഷത്രം ഭരണി. അധിപതി ശുക്രൻ. പ്രധാന ഗ്രഹങ്ങൾ. ശനി കുംഭത്തിൽ 11 സ്ഥാനം ലാഭസ്ഥാനം. ഗുരു ജൂപ്പിറ്റർ കർക്കിടകം ചതുർത്ഥം ഭാഗ്യസ്ഥാനം. രാഹു മീനം 12 ഭാവം. കേതു കന്നി 6 ഭാവം. തൊഴിൽ ജോലി സംവിധാനം. ജൂൺ ജൂലൈ അത്യന്തം തിരക്കുള്ള സമയമാകും. ജോലി മാറുന്നതിന് സാധ്യത. അധിക ചുമതലകൾ. ഓഗസ്റ്റ് ഒക്ടോബർ സ്ഥിരതയും വളർച്ചയും പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങൾ ലഭിക്കും. നവംബർ ഡിസംബർ വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് നല്ല സമയം. ഉപദേശം. സഹപ്രവർത്തകരോട് സൗഹൃദപരമായി ഇടപെടുക. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തികം. ശനിയുടെ ലാഭഭാവം സ്ഥിര വരുമാനം ലഭിക്കും. ജൂൺ സെപ്റ്റംബർ ചില ചെലവുകൾ അധികം. പണത്തിന്റെ മൂല്യങ്ങൾക്കുള്ള ബുദ്ധിയുള്ള സമീപനം ആവശ്യമാണ്. ഒക്ടോബർ ഡിസംബർ കടബാധ്യത കുറയാൻ സാധ്യത. ഉപദേശം. വാഗ്ദാനങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക. വാണിജ്യ നിക്ഷേപത്തിൽ മുൻകൂർ ജാഗ്രത വേണം. പ്രണയം വിവാഹം കുടുംബ. അവിവാഹിതർക്കായി വിവാഹയോഗം നവംബറിന് ശേഷം ശക്തം. വിവാഹിതർക്കായി ആത്മസംബന്ധങ്ങൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടത്. കുട്ടികളെക്കുറിച്ചുള്ള ആലോചനകൾക്ക് അനുയോജ്യകാലം. പ്രണയബന്ധങ്ങൾ വിശ്വാസം പ്രധാനമാണ്. ഒരാൾക്കും സംശയം ഉണ്ടാകുന്ന സമയം ഒഴിവാക്കുക. ആരോഗ്യം. ജൂൺ ഓഗസ്റ്റ് മാനസിക സമ്മർദ്ദം, ഉറക്കക്കേട്, പച്ചപൊട്ടി സംബന്ധമായ പ്രശ്നങ്ങൾ. സെപ്റ്റംബർ ഡിസംബർ ആരോഗ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്, പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം, പഞ്ചേന്ദ്രിയ പ്രശ്നങ്ങൾ. ശുദ്ധജലം കുടിക്കാൻ ശ്രദ്ധിക്കുക. ചികിത്സാശൈലി. പ്രകൃതി ചികിത്സയും യോഗവും സഹായകമാകും. വിദ്യാഭ്യാസം. മത്സര പരീക്ഷകളിൽ പരീക്ഷാർത്ഥികൾക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ. വിദേശ പഠനത്തിന് ജൂലൈ സെപ്റ്റംബർ വരെ നല്ല അവസരങ്ങൾ. പഠനം ഒരു ദൗത്യമായി കാണുക. ചിന്താവിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പരിഹാരങ്ങൾ. വെള്ളി ശുക്രൻ അനുഭവം മെച്ചപ്പെടുത്താൻ വെള്ളിയാഴ്ച ശുക്രസ്തുതികൾ ജപിക്കുക. ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം. ശനി ദോഷം കുറയ്ക്കാൻ ശനീശ്വര അഷ്ടകവും ഹനുമാൻ ചാലീസയും വായിക്കുക. അഭിനന്ദനം കാർത്തിക നക്ഷത്രിക്കാർ. നിങ്ങളുടെ ജാതകത്തിലെ അത്രമാത്രം ശക്തമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം 2025 2.5 വർഷം ഏപ്രിൽ മെയ് മുതൽ ആരംഭിച്ച പ്രഭാവം ഇപ്പോൾ മുതൽ ഏറെ നിർണായകം ആയി മാറുന്നു. എല്ലാ മേഖലകളിലും വേറിട്ട ഗതികേസ് കാണും.
20-25 ജൂൺ ഡിസംബർ. പൊതുവിൽ ജൂൺ മുതൽ നവംബർ വരെയുള്ള പകുതി ഭാഗം നിങ്ങൾക്കായി വലിയ മാറ്റങ്ങളും പുരോഗതിയുമാണ്. അവസരങ്ങൾ വരും, പക്ഷേ അവ കൈകാര്യം ചെയ്യാൻ വ്യവസ്ഥാപരമായ സമീപനം വേണം. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ഷിഫ്റ്റ് സംഭവിക്കുകയും ചെയ്യും. തൊഴിൽ, കരിയർ. ജൂൺ ജൂലൈ പുതിയ ചുമതലകൾ, അധോലോകം തിരിച്ചു തോറാം. ജോലിയില്ലാത്തവർക്കു ജോലി ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് വിദേശ അനുപ്രവാസം, ഓൺലൈൻ, ടെക്നിക്കൽ മേഖലകൾ. സ്ഥാപനമാറ്റം, പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടാകാം. ആളുകളുമായി നല്ല ബന്ധം പ്രധാനമാണ്. ഓഗസ്റ്റ് ഒക്ടോബർ സ്ഥിരതയും വളർച്ചയും. എക്സ്പെർട്ട് സൗദി, അക്ഷേത ഊർജ്ജം, ഫാർമസി, ടെക്, സ്റ്റാർട്ടപ്പ് മേഖലയിൽ അവസരങ്ങൾ. പെർഫോമൻസ് വിലയിരുത്തലുകൾ നടക്കാൻ സാധ്യത. നവംബർ ഡിസംബർ കരിയർ ഉച്ചടിയിൽ, സീനിയർ സ്ഥാനങ്ങളിലേക്കുള്ള സാധ്യത. മറ്റു റോളുകളിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യത. സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. സത്യാഗ്രഹം, ശിവചാൽസ്, ഗായത്രി മന്ത്രം പ്രാർത്ഥിക്കുക. സഹപ്രവർത്തകരോട് സൗഹൃദം വളർത്തുക. സാമ്പത്തികം. ജൂൺ സെപ്റ്റംബർ വരുമാനത്തിൽ ലഘുവർദ്ധനവ്, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വഴി ലാഭം. ചില ചെലവുകൾ അതിവേഗം ഉണ്ടായേക്കാം, പ്രത്യേകിച്ചും ഫ്രഷർ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്. നിക്ഷേപം, ബിസിനസ്സിൽ മുന്നറിവോടെ പോവണം. ഒക്ടോബർ ഡിസംബർ പാക്കേജ്, ബോണസ് ലഭിക്കാനുള്ള സാധ്യത. കടം തീർക്കാൻ പഴയ വിലയ്ക്ക് കണക്കാക്കാവുന്നതിൽ ശ്രമിക്കുക. നിക്ഷേപങ്ങളുടെ ഫലങ്ങൾ പ്രതീക്ഷയ്ക്ക് ഇരുണ്ടപ്പോഴാകും. ഉപദേശം, ഷോപ്പിംഗിൽ നിയന്ത്രണം, ഇൻവെസ്റ്റ്മെന്റിന് മുൻകൂർ പഠനം. ബിങ്ങോ മാനദണ്ഡത്തിൽ ചെയ്തില്ലെങ്കിൽ ഒഴിവാക്കുക. പ്രണയം, വിവാഹം, കുടുംബ. ജൂൺ ജൂലൈ ബന്ധങ്ങൾ നിർമ്മിക്കാൻ നല്ല അവസരം. കുടുംബത്തിൽ തർക്കങ്ങൾ സംഭവിക്കാൻ സാധ്യത. ആശയവിനിമയ അവലംബിക്കുക. ആഗസ്റ്റ് ഒക്ടോബർ വിവാഹത്തിന് സൗകര്യപ്രദമായ സമയം. ദാമ്പത്യം ശക്തമായി, ചെറിയ യാത്രകളുടെ അവസരം. ബേബിഗാർഹമിസരം, ഗർഭസാധ്യതക്കുള്ള കാലഘട്ടം ആയേക്കാം. നവംബർ ഡിസംബർ ബന്ധങ്ങൾക്ക് സ്റ്റാബിലിറ്റിയും താപവും. കുടുംബസമ്മേളനങ്ങൾ, ആഘോഷങ്ങൾ, ആഘോഷപരിപാടികൾ നടക്കും. കുട്ടികളെ കേന്ദ്രീകരിച്ച നിർണായക തീരുമാനം എടുക്കാവുന്ന കാലം. ഉപദേശം, ആശയവിനിമയം സഹദണ്ഡമായി, പ്രശ്നങ്ങൾ പ്രതീക്ഷവുമില്ലാതെ പരിഹരിക്കാൻ ശ്രമിക്കൂ. ആരോഗ്യം. ജൂൺ ഓഗസ്റ്റ് മാനസിക സമ്മർദ്ദം, ന്യൂറോളജിക്കൽ, അസിഡിറ്റി പ്രശ്നങ്ങൾ. എഴുന്നേറ്റ് ഇരിക്കാൻ ബുദ്ധിമുട്ട്, അനിദ്ര. പിൻവേദന, വ്യായാമം കുറവായാൽ ഷഡ്ഭേദങ്ങൾ. സെപ്റ്റംബർ ഡിസംബർ മികച്ച ആരോഗ്യ ഘടകം, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും. കാര്യക്ഷമമായ ഭക്ഷണക്രമം, ശരീര സംരക്ഷണത്തിന് അനുകൂലമായ ഇടമാണ്. ഹൃദ്രോഗ സാധ്യതയില്ലെങ്കിലും നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ വരാമായിട്ടാകാം. പരിഹാരം, യോഗം, ധ്യാനം, യോഗയാസ്ത്രം, സുഖമായുള്ള ഭക്ഷണം. ദൈനംദിന വാക്ക് ഉൾപ്പെടുത്തുക. ചൂടുള്ള വെള്ളം, ജലക്കുടി തയ്യാറാക്കാം. ശനിസുരക്ഷാ ഹോമം. വിദ്യാഭ്യാസം. ജൂൺ സെപ്റ്റംബർ മത്സര പരീക്ഷയാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ വർദ്ധിക്കും. ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രവേശനം, ഓൺലൈൻ കോഴ്സുകൾ, മികച്ച ഫലങ്ങൾ. വിദേശ പഠനം, എഴുതുമ്പോൾ പ്രശസ്ത കോളേജുകളിൽ ഇന്ത്യയിലാണ്. സമയം അനുകൂലമെന്നു കാണാം. ഒക്ടോബർ ഡിസംബർ സംവാദപരൂപം, സെമിനാർ, പ്രസന്റേഷൻ, വിജയം. ഗവേഷണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കും. സ്കോളർഷിപ്പ്, ഫിനാൻഷ്യൽ എയ്ഡ് ലഭിക്കാനുള്ള സാധ്യത കാണാം. ഉപദേശം, പ്ലാനിംഗ്, സമയബന്ധിത പഠനക്രമം. ഗുരുക്കന്മാരുമായി സംവദിക്കുക. ലൈവ് റിവിഷൻ, ഇന്റർനാഷണൽ ഗ്രൂപ്പുകൾ. അതുല്യ സംഭവം, പ്രതിഫലൻ. കാർത്തിക നക്ഷത്രം നിങ്ങളുടെ ദശകളെയും രാശി, ഭാവം, ചലനങ്ങളെ കൂടി പകരുന്നു. ജൂൺ മുതൽ നവംബർ വരെ അനേകം വിജയം നിർവഹിക്കുന്ന കാലഭാഗമാണ്. ഈ 6 മാസം നിങ്ങളുടെ വ്യക്തിമുദ്ര ഉറപ്പാക്കുക. നിങ്ങൾക്ക് അവരുടെ വിലയേറിയ ഇപ്പോഴും നിങ്ങളുടെ ജീവിതം മാറ്റാം. കാർത്തിക ഈയിൽ ഗ്രഹങ്ങളുമായുള്ള ബന്ധം ബഹുമാനത്തോടെ നിലനിർത്തുക. ഗ്രഹദോഷമുണ്ടെങ്കിൽ തകരാർ വരും. രോഹിണി നക്ഷത്രക്കാർക്കുള്ള ജൂൺ മുതൽ ഡിസംബർ 20-25 വരെയുള്ള മലയാളം ജ്യോതിഷഫല. ജനൻ നക്ഷത്രം രോഹിണി. രാശി വൃഷഭം, തുലാം വരെ ചിലരാകും. ആധാരഗ്രഹം ചന്ദ്രൻ. സവിശേഷത, ആകർഷണശക്തിയുള്ളവരും കലാപരതയും വാക്കിനും ഭാവങ്ങൾക്കും വില കൽപ്പിക്കുന്നവര്. ജൂൺ 20-25 ഇത് സാമ്പത്തികമായി പ്രതീക്ഷയുള്ള മാസമായിരിക്കും. കുടിവെള്ളം, ഭൂമി, വീട് സംബന്ധിച്ച ഇടപാടുകൾക്ക് യോജിച്ച സമയം. തൊഴിൽ സ്ഥലത്ത് സമ്മതം കിട്ടാൻ സാധ്യത. സഹപ്രവർത്തകരുമായുള്ള ചിഹ്നാത്മക സഹകരണം അഭിവൃദ്ധിക്കും. ജൂലൈ 20-25 ആത്മബന്ധങ്ങൾ ശക്തമാകും. പ്രണയജീവിതത്തിൽ ചില ആശങ്കകൾ ഉണ്ടാകാം, പക്ഷേ സംവേദനത്തിലൂടെ പരിഹരിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല പ്രപ്പോസൽ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുയോജ്യം. ഓഗസ്റ്റ് 20-25 പ്രവാസം ആഗ്രഹിക്കുന്നവർക്ക് മുന്നേറ്റം നടക്കാൻ സാധ്യത. ജോലിയിൽ ദൗത്യപ്രവണതയുള്ള സമയമായിരിക്കും. സ്ഥിരതയില്ലാത്ത നിശ്ചയങ്ങൾ ഒഴിവാക്കുക. സ്ത്രീകൾക്ക് കുടുംബം, തൊഴിൽ മേഖലയിൽ സമതുലിത നേട്ടം ഉണ്ടാകും.
സെപ്റ്റംബർ 20-25 സൗഭാഗ്യകരമായ മാസമാണ്. പഴയ കടം തിരിച്ചുകിട്ടാനുള്ള സാധ്യത. സ്വന്തം കഴിവ് തെളിയിക്കേണ്ട അവസരം വരും. ശത്രുനാശം നടക്കും. ഗുരു അനുഗ്രഹം പ്രാപിക്കാൻ ധാർമ്മിക കാര്യങ്ങളിൽ പങ്കാളിയാകുക. ഒക്ടോബർ 2025 ഗൃഹമാറ്റം, നവീകരണം, വാഹനവാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉചിതമായ മാസം. കുടുംബത്തിൽ സന്തോഷം ഉയരും. ചില ആർദ്രതയുള്ള നിമിഷങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നല്ലവരെ സമീപിപ്പിക്കുന്ന സമയമാണ്. മാതാപിതാക്കളുമായി സൗഹൃദം മെച്ചപ്പെടും. നവംബർ 20-25 വിപരീത ലിംഗത്തിലുള്ള ആകർഷണം കുറവായി പോകും. ദാമ്പത്യമേഖലയിൽ സംയമനം അനിവാര്യമാണ്. ജോലിതലത്തിൽ പ്രശംസയും നിയമപരമായ അനുകൂലതയും നേടാനാകും. സഹോദരബന്ധത്തിൽ നല്ല സമയമാകും. ഡിസംബർ 20-25 വർഷാന്ത്യത്തിൽ ദൈനംദിന ജീവിതത്തിൽ ശാന്തിയും സമൃദ്ധിയും പ്രതീക്ഷിക്കാം. യാത്രാവിശേഷങ്ങൾ ഉണ്ടാകും. ഫ്രീലാൻസിംഗ്, ഓൺലൈൻ ജോലികൾ, ഇടപാടുകൾ എന്നിവയിൽ നേട്ടം. ചില പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകും. ആശയശാഖകൾ. ധനലാഭം ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. പ്രണയവിവാഹം ജൂലൈ, ഒക്ടോബർ. സാഹസികത ഓഗസ്റ്റ്. ആരോഗ്യം സ്ഥിരതയുള്ളതും ഭേദമായതും. ചെറിയ തലവേദന, ഉൾവിളക്കം ഒഴിവാക്കുക. ശുഭദിനങ്ങൾ 4, 9, 18, 25. ഇതാ മകയിരം നക്ഷത്രക്കാർക്കായുള്ള 2025 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള വിശദമായ ജ്യോതിഷഫലം. മലയാളം മകയിരം നക്ഷത്ര ഹൊറോസ്കോപ്പ് ജൂൺ ടു ഡിസംബർ 2025. മകയിരം നക്ഷത്രം ഊണോഫിറ്റ്സിയുമായി. രാശി മിഥുനം, ചിലർ വൃഷഭത്തിലും വരാം. ആധാരഗ്രഹം ചന്ദ്രൻ. സ്വഭാവം സ്വാഭാവികമായ സംശയപരിശീലനശീലം, സാമാന്യവും താത്പര്യപൂർണവുമായ ഭാവനശക്തി. വിദ്യാഭ്യാസം, ആരോഗ്യം, യാത്രകൾക്ക് പ്രസക്തിയുള്ള നക്ഷത്രം. ജൂൺ 20-25 ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായി ഒരു നല്ല അവസരം ലഭിച്ചേക്കാം. കടം ചെലവുകൾ കുറയാൻ തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസ സാധ്യത. ജൂലൈ 20-25 ഇത് പ്രണയത്തിനും കുടുംബബന്ധങ്ങൾക്കും ഗുണകരമായിരിക്കും. വിവാഹമോചന കേസുകൾക്കുള്ള പരിഹാരമാർഗങ്ങൾ ലഭിക്കും. പുതിയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായി മാറും. ഭാര്യാവശ്യം സന്തോഷം നിറയാം. ഓഗസ്റ്റ് 20-25 ജോലിയിലെ സമ്മർദ്ദം കുറയും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ചിന്തിച്ചിലധികം മികച്ച അവസരം ലഭിക്കാം. കച്ചവടക്കാർക്കായി മാസം ലാഭപ്രദമായിരിക്കും. എന്നാൽ ദുഷ്ടസഖ്യതകൾ എളുപ്പം തള്ളിത്തള്ളി വിട്ടേക്കുക. സെപ്റ്റംബർ 20-25 മനസ്സിലുള്ള ആശങ്കകൾക്ക് ഒടുവായിരിക്കും. വീട്ടുവ്യാപാരങ്ങൾ, ഹോം ലോൺ, വീട് വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗുണകരം. സഹോദര സഹോദരിമാരുമായുള്ള ബോധപൂർണ ബന്ധം പുനഃസ്ഥാപിക്കാം. ഒക്ടോബർ 2025 യാത്രകൾ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ. അതിൽ ഭാഗ്യവശാൽ നേട്ടമുണ്ടാകാം. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ക്ഷീണം, ഉറക്കം കുറവ് എന്നിവയുണ്ടാകാം. യോഗം, ധ്യാനം ഉപകാരപ്പെടും. നവംബർ 20-25 നേട്ടങ്ങളാലും ഉപരിതല പ്രശംസകളാലും നിറഞ്ഞ മാസം. സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ ചുവടുവെപ്പ്. കുടുംബതർക്കങ്ങൾ അവസാനിക്കുകയും നിങ്ങൾക്കായി പ്രോത്സാഹനം വർദ്ധിക്കുകയും ചെയ്യും. ഡിസംബർ 20-25 പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയം. പണം, പേരും ഒരുമിച്ച് ലഭിക്കും. ഔദ്യോഗിക യാത്രകൾ വിജയകരമാകും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലത. ദാമ്പത്യജീവിതത്തിൽ സന്തോഷം പകരുന്ന പുതിയ തുടക്കം. ആശയസംഗ്രഹം. ശ്രേഷ്ഠമായ മാസം ഡിസംബർ, നവംബർ. മിതവുമായത് ഒക്ടോബർ. ചിന്തയുടെയും വളർച്ചയുടെയും മാസങ്ങൾ ജൂൺ, സെപ്റ്റംബർ. ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യവും ഉറക്കവുമാണ്. ശുഭനക്ഷത്രങ്ങൾ തിരുവോണം, ചോതി. പുണർദം നക്ഷത്രഫലം 2025 ജനുവരി മുതൽ ഡിസംബർ വരെ. നക്ഷത്രപാദങ്ങൾ. മിഥുനം 1, 2, 3 പാദങ്ങൾ. കർക്കിടകം 4 പാദം. ജൂലൈ, സെപ്റ്റംബർ 20-25 ചന്ദ്രൻ ഉച്ചത്തിൽ എത്തുന്ന സമയങ്ങൾ. മാനസിക പ്രതിസന്ധികൾ കുറയും. ആത്മവിശ്വാസം വർദ്ധിക്കും. ധനകാര്യം പഴയ കടങ്ങൾ അടയ്ക്കുന്നതിനും സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും അനുയോജ്യമായ സമയം. പൊതുജീവിതം സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും. വിവാഹ ശുശ്രൂഷകളിലോ രാഷ്ട്രീയപരമായ താൽപര്യത്തിലോ ചേരാൻ സാധ്യത. ഒക്ടോബർ, ഡിസംബർ 20-25 ജോലി മാറ്റം, വിദേശത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ സ്ഥലം മാറ്റം സംഭവിക്കും. ഭാഗ്യസമയങ്ങൾ രാഹുദശാധ ചന്ദ്രദശാകാലത്തിൽ ഉള്ളവർക്ക് ഗുണകരമായ ദിവസങ്ങൾ. ശത്രുക്കൾ മുൻകാല ശത്രുക്കൾ വീണ്ടും ഇടപെടാൻ ശ്രമിക്കാം. തന്ത്രപൂർവം നീങ്ങുക. കുടുംബം ബന്ധുവിമർശനം കുറയും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. പുണർദം നക്ഷത്രത്തിനുള്ള ഉപായങ്ങൾ 2025 ശുഭദിനങ്ങളിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ദക്ഷിണാകാൽ പൂജ ചെയ്യുക. ദേവത ആദ്യ പാദങ്ങൾക്കായി ആദിത്യൻ, അന്തിമ പാദങ്ങൾക്ക് പാർവതി, അംബികാദേവി.
മന്ത്രം നമഃ ഭഗവത്തെ വാസുദേവായ. ദിവസം 3 നേരം ജപിക്കുക. വ്രതങ്ങൾ ഉപവാസം ബുധനാഴ്ച നിർവഹിക്കുക. വിഷ്ണു സന്നിധിയിൽ നിവേദ്യം സമർപ്പിക്കുക. സംക്ഷിപ്ത ഫലൻ. മേഘൽഫലൻ. ജോലി മെച്ചപ്പെടും, സ്ഥലം മാറ്റം സാധ്യത. സാമ്പത്തികം ചെലവുകൾ കൂടുതലായിരിക്കും, ക്രമീകരണം ആവശ്യം. ആരോഗ്യം ചുണ്ടിലും വയറിലും സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. കുടുംബം സന്തോഷം, പുതിയ ബന്ധങ്ങൾ. വിവാഹം ഉചിതകാലം, വിവാഹ തീരുമാനത്തിന് നല്ലത്. പിന്നെ ഇവിടെ കൊടുത്താടുള്ള നക്ഷത്രഫലൻ. പൊതുസ്വഭാവം അന്ന്. നിങ്ങളുടെ ജനനം തീയതി സമയം കിട്ടിയാലേ ഒരാളുടെ പൊതുസ്വഭാവം മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ഇൽ മെസ്സേജ് ഇടവന്നതാണ്. വ്യവസായം ജോലി മേഖലയിൽ സ്ഥിരത കാണും. മുമ്പ് വിചാരിച്ച ഒരു തൊഴിൽ അവസരം ലഭിച്ചേക്കും. വിദ്യാഭ്യാസം സ്പർദ്ധാത്മക പരീക്ഷ എഴുതുന്നവർക്ക് ഉയർന്ന സാധ്യതകളുള്ള വർഷാരംഭം. ഇത് 2025 പൂയം നക്ഷത്ര ജൂൺ മുതൽ ഡിസംബർ വരെയുടെ വിശദമായ ഫലം ആണ്. മലയാളത്തിൽ പൂയം നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ 2025 വരെ. മുഴുവൻ മാസങ്ങൾക്കായുള്ള ആധ്യാത്മികവും ഭൗതികവുമായ പ്രവചനം. ജൂൺ 2025. ഈ മാസം ചില തൊഴിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചെലവുകൾ കൂടുതലാകാം, ശാന്തമായി തീരുമാനം എടുക്കുക. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ധനനഷ്ടം ഒഴിവാക്കാൻ നിക്ഷേപത്തിൽ മുൻകരുതലുകൾ വേണം. വിശേഷം ഗുരുഗ്രഹത്തിന്റെ പരിവർത്തനം ഒരു വലിയ മാറ്റത്തിന് വഴി ഒരുക്കും. ജൂലൈ 2025. ധനം പതിയെ വളരും. തൊഴിൽ രംഗത്ത് അംഗീകാരം കിട്ടും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ചിലർക്ക് വിവാഹയോജിത ആലോചനകളുണ്ടാകാം. കുടുംബത്തിൽ സന്തോഷം നിറയും. ശുഭദിനങ്ങൾ 3, 12, 21. പരിഗണിക്കേണ്ടത് ശരീരാരോഗ്യം കുറച്ചും മാനസിക സമ്മർദ്ദം കൂടുതൽ. ഓഗസ്റ്റ് 2025. നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. വിദേശത്തേക്കുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. നല്ല ഉപദേശം ലഭിച്ചാൽ അതിനനുസരിച്ച് നീങ്ങുക. വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം. ശുഭം. വിദേശ തൊഴിൽ അപേക്ഷിക്കുന്നവർക്ക് നല്ല അവസരം. ശ്രദ്ധിക്കേണ്ടത് കഠിനാധ്വാനം ആവശ്യമാണ്. സെപ്റ്റംബർ 2025. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീട് വാങ്ങൽ, വാടക ഇടപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിനുള്ളിൽ വഴക്കുകൾ ഒഴിവാക്കാൻ സഹനമാംശം വേണം. ആത്മവിശ്വാസം നിലനിൽക്കുമ്പോൾ വിജയവും ഒപ്പം വരും. ശുഭമാസം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും. പരിഗണിക്കുക ബന്ധുവിനോട് കടം കൊടുക്കുമ്പോൾ കരാറൊപ്പിക്കുക. ഒക്ടോബർ 2025. ആരോഗ്യത്തിൽ പുരോഗതി. ബന്ധങ്ങളിൽ മെച്ചം. തൊഴിൽ സ്ഥലത്ത് ഉയർന്ന വ്യക്തിത്വം തെളിയിക്കപ്പെടും. നവമാധ്യമങ്ങളിലൂടെയോ ഫ്രീലാൻസ് ജോലി വഴിയേയും പണം വരാം. നഷ്ടസാധ്യത പഴയ സുഹൃത്തുക്കളിൽ നിന്ന് ദ്രോഹം. വിശേഷം ആത്മീയതയിലേക്കുള്ള ആകർഷണം കൂടും. ഡിസംബർ 2025. വർഷാവസാനം സമാധാനത്തോടെ ആസ്വദിക്കാം. ചിലർക്ക് പണത്തിന്റെ കുറവ് അനുഭവപ്പെടും, പക്ഷേ കുടുംബ പിന്തുണയോടെ അതിജീവിക്കും. ധാരാളം അനുഭവങ്ങൾ പഠനമായി മാറും. ശുഭനക്ഷത്രദിനങ്ങൾ 5, 17, 25. ആശയങ്ങൾ പുതിയ സംരംഭം ആരംഭിക്കാനുള്ള നല്ല മാസം. പരിഹാര നിർദ്ദേശം. എല്ലാ ശനിയാഴ്ചയും വിളക്കേന്തിത്തൈ ശനീക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെടുക. ചാവ്വാഴ്ച ഉഷരഭൂമിയിലാരിടത്ത് വെള്ളം ഒഴിക്കുക. തിരുവയാണക്കഴിഞ്ഞുള്ള സ്ഥ ശിവക്ഷേത്ര ദർശനം ശ്രദ്ധ നിർബന്ധമാക്കുക. തീ നക്ഷത്രലക്ഷണം. പൂയം തീ നക്ഷത്രക്കാർ സ്ഥിരതയുള്ളതും ആത്മവിശ്വാസമുള്ളതുമായവരാണ്. തീ 2025 രണ്ടാം പകുതി തൈസ്ത് പാടുപെട്ടാലും ഉയരാനുള്ള വാതിലുകൾ തുറക്കും. ആത്മവിശ്വാസം കൈവിടരുത്. ഇത് 2025 ഐല്യം നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ വരെ മലയാളത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ഐല്യം നക്ഷത്രഫലം 2025 ജൂൺ മുതൽ ഡിസംബർ വരെ. ജനനക്ഷത്രം ഐല്യം. രാശി കർക്കിടകം. ഗ്രഹാധിപൻ ചന്ദ്രൻ. പ്രഭാവം ജലതത്വം. സാമ്പത്തികവും മനോവ്യതകളും തമ്മിൽ ബന്ധമുള്ള സമയം. ജൂൺ 2025. ഈ മാസം ചില അനാവശ്യ ചെലവുകൾ ഉയരുമെങ്കിലും കുടുംബബന്ധങ്ങളിൽ ശാന്തി നിലനിർത്താൻ സാധിക്കും. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് തലയിണ, രക്തസമ്മർദ്ദം. ശുഭദിനങ്ങൾ 6, 14, 23. ശുഭകാര്യങ്ങൾ മന്ദഗതിയിലായിരിക്കും, ദൈർഘ്യമേറിയ പണികൾ നീട്ടി ചെയ്യുക. ജൂലൈ 2025. നിർഭാഗ്യകരമായ ചില തീരുമാനം മാറ്റങ്ങൾ ഉണ്ടാകാം. യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലത്. ജോലി മേഖലയിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ശുഭദിനങ്ങൾ 5, 11, 28. ശുഭകാര്യങ്ങൾ സംശയങ്ങൾ തീരുന്നത്, ആത്മവിശ്വാസം വളരുന്നു. ഓഗസ്റ്റ് 2025. ശത്രുത്വം വർദ്ധിച്ചേക്കാം, പക്ഷേ അഹങ്കാരമില്ലാതെ പ്രവർത്തിച്ചാൽ വിജയിക്കാം. കുടുംബത്തെ പ്രതീക്ഷകളിൽ നിന്ന് മാറ്റിവയ്ക്കരുത്. ദാമ്പത്യത്തിൽ ചെറിയ വഴക്കുകൾ. ശുഭദിനങ്ങൾ 2, 15, 24.
ശുഭകാര്യങ്ങൾ, പല പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നല്ല സമയം. സെപ്റ്റംബർ 20-25 സഞ്ചാരയോഗം ഉണ്ട്. സാമ്പത്തികമായി കുറച്ച് മികവ് അനുഭവപ്പെടും. പഴയ കടങ്ങൾ അടയ്ക്കാനുള്ള അവസരം. വിദേശയാത്രകളിൽ കണക്ഷൻ ലഭിക്കും. ശുഭദിനങ്ങൾ 9, 17, 29. ശുഭകാര്യങ്ങൾ, ഭാഗ്യത്തിന് വളർച്ചയുള്ള മാസം. ഒക്ടോബർ 20-25 പഠനത്തിനും പരീക്ഷകൾക്കുമായി മനസാക്ഷിയായ പരിശ്രമം വേണം. കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ബന്ധുക്കളിൽ നിന്ന് അകലം സംഭവിക്കാം. ശുഭദിനങ്ങൾ 1, 13, 26. ശുഭകാര്യങ്ങൾ, തൊഴിൽ രംഗത്ത് ഉയർച്ച. ഡിസംബർ 20-25 വ്യവസായം, തൊഴിൽ, വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ വിജയം. വിവാഹയോഗം ഉള്ളവർക്ക് ആലോചനകളുടെ തുടക്കം. സാമ്പത്തിക ദൗർബല്യങ്ങൾ കുറയുന്നു. ശുഭദിനങ്ങൾ 3, 12, 22. ശുഭകാര്യങ്ങൾ, ദൗത്യപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാം. സാരാംശം: ജൂൺ ഡിസംബർ 20-25 ആരോഗ്യം ശരാശരിയായി തുടരും, പക്ഷേ ശാരീരിക ക്ഷീണം ഒഴിവാക്കുക. സാമ്പത്തികം: ജൂലൈ ഓഗസ്റ്റ് ചെലവേറിയ മാസം, ഡിസംബർ മുതൽ വളർച്ചയിലേക്ക്. കുടുംബം: തർക്കങ്ങൾ ഒഴിവാക്കി ഐക്യം നിലനിർത്തുക. തിങ്കൾ വ്രതം നേരുന്നത് നല്ലത്. മകം നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ 20-25 വരെ. ഭാവി നിരീക്ഷണ. ജൂൺ 20-25 ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വളരുകയും സാമൂഹികമായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ജോലി മേഖലയിൽ പുതിയ ചുമതലകൾ ലഭിക്കും. പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ശുഭദിനങ്ങൾ 5, 14, 23. ശ്രദ്ധിക്കേണ്ടത്: അഹങ്കാരപരമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുക. ജൂലൈ 2025 സൗഹൃദം, സ്നേഹബന്ധങ്ങൾ എന്നിവയിൽ പുതുമയും സന്തോഷവും പ്രതീക്ഷിക്കാം. വിദേശയാത്രയുടെ സാധ്യതയും ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് മികച്ച പുരോഗതി. ശുഭദിനങ്ങൾ 4, 10, 25. ശ്രദ്ധിക്കേണ്ടത്: ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുക. ഓഗസ്റ്റ് 20-25 നിക്ഷേപങ്ങൾക്ക് ഗുണകരമായ സമയം. പുനരാലോചനയും ആത്മപരിശോധനയും വിജയകരമാകും. മുതിർന്നവരിൽ നിന്നും പിന്തുണ ലഭിക്കും. ശുഭദിനങ്ങൾ 3, 11, 20. ശ്രദ്ധിക്കേണ്ടത്: കുടുംബവിവാദങ്ങളിൽ പെട്ടുപോകരുത്. സെപ്റ്റംബർ 20-25 വ്യാപാരികൾക്കും പുതിയ സംരംഭങ്ങൾ ആലോചിക്കുന്നവർക്കും വളർച്ചയുടെ അവസരങ്ങൾ. ആരോഗ്യം മുൻപരിചരണമായി കരുതുക. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗം, ധ്യാനം സഹായകമാകും. ശുഭദിനങ്ങൾ 9, 17, 27. ശ്രദ്ധിക്കേണ്ടത്: അമിതാശകളും ധൈര്യമില്ലായ്മയും ഒഴിവാക്കുക. ഒക്ടോബർ 20-25 സൗഭാഗ്യവാന്മാരായി നിങ്ങൾ ഷൈൻ ചെയ്യും. തൊഴിൽ മാറ്റത്തിനോ സ്ഥാനനേട്ടത്തിനോ സാധ്യത. വിവാഹം ആലോചിക്കുന്നവർക്ക് സന്തോഷവാർത്തകൾ. ശുഭദിനങ്ങൾ 2, 13, 30. ശ്രദ്ധിക്കേണ്ടത്: സാമ്പത്തിക നിർണയങ്ങളിൽ ശാന്തമായി സമീപിക്കുക. നവംബർ 20-25 പുതിയ അഭിമുഖങ്ങൾ വിജയകരമായി നടക്കും. ബന്ധുക്കളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിൽ ഗാഢത വരാം. അഹങ്കാരം അതിരുവിടരുത്. ശുഭദിനങ്ങൾ 7, 18, 26. ശ്രദ്ധിക്കേണ്ടത്: വികാരപ്രാധാന്യം കുറയ്ക്കുക. ഡിസംബർ 20-25 മാസാന്ത്യത്തോടെ വിജയം ലഭിച്ചുകൂടിയ പദ്ധതികൾക്ക് തുടക്കം. തൊഴിൽ, പഠനം, യാത്ര എന്നിവയിൽ നന്മ. പുതിയ സംഭാവനകൾക്കും അംഗീകാരങ്ങൾക്കും സാധ്യത. ശുഭദിനങ്ങൾ 6, 12, 22. ശ്രദ്ധിക്കേണ്ടത്: അനുഭവങ്ങൾ പഠനമാക്കുക. 2025 മകം നക്ഷത്രം ജൂൺ മുതൽ ഡിസംബർ വരെ. സംക്ഷിപ്തമായി: തൊഴിൽ മെച്ചപ്പെടുന്നു. ആരോഗ്യം, ചെറുകഴിവുകൾ ഒഴിവാക്കൂ. സ്നേഹം സമാധാനകരം. സമ്പത്ത് നന്നായി നിയന്ത്രിച്ചാൽ ഗുണം ആണ്. 2025 പൂരം, പോരം ഗഹോർഗി നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ വരെ. പൂരം നക്ഷത്രഫലം 20-25 ജൂൺ ഡിസംബർ. പൂരം സിംഹം രാശി. അഭരണം വാസ്തവത് ശുക്രൻ. ജൂൺ 20-25 നാളുകൾ സാവധാനം മുൻനിർത്തണം. ധനകാര്യത്തിൽ ചെലവുകൾ വർദ്ധിക്കും. തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചെറിയ അസംബന്ധങ്ങൾ ഉണ്ടാകാം. ശുഭദിനങ്ങൾ 5, 12, 23. ഒഴിവാക്കേണ്ടത്: കടം വാങ്ങൽ. ജൂലൈ 20-25 വ്യാപാര ബിസിനസ് മേഖലയിൽ പുരോഗതിയുണ്ടാകും. സ്റ്റഡി, പരീക്ഷയിൽ വിജയമുണ്ടാകും. വിദേശ യാത്രയ്ക്ക് സാധ്യതയുണ്ട്. സ്നേഹബന്ധങ്ങളിൽ സന്തോഷം വരും. ശുഭദിനങ്ങൾ 3, 15, 26. ബന്ധങ്ങൾക്ക് അനുകൂലമാകുന്ന മാസം. ഓഗസ്റ്റ് 20-25 ആരോഗ്യം ശ്രദ്ധിക്കേണ്ട മാസം. പിതാവിന്റെ ആരോഗ്യത്തിൽ കുറവുണ്ടാകാം. പണവും ശ്രദ്ധയും നഷ്ടപ്പെടാത്തത് സൂക്ഷിച്ചാലേ തീരൂ. നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത വേണം.
ബുദ്ധിമുട്ടുകൾ, ശാരീരിക ക്ഷീണം. പരിഹാരം: ശിവപൂജ, ശുക്രസ്തുതി. സെപ്റ്റംബർ 20-25 ഇടയ്ക്കിട്ടു സാമ്പത്തിക നേട്ടം ലഭിക്കും. വിശ്വാസം ഉള്ളവരിൽ നിന്ന് വഞ്ചനയ്ക്ക് സാധ്യതയുള്ള മാസം. കുടുംബത്തിൽ സന്തോഷം പരമാവധി നിലനിർത്താനുള്ള പരിശ്രമം വേണം. ശുഭഫലം: പുതിയ വസ്തു വാങ്ങൽ. അവഗണിക്കേണ്ടത്: അനാവശ്യ യാത്രകൾ. ഒക്ടോബർ 2025 നൽകിയ ചൈതന്യത്തിന് ഫലം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസത്തിലും വിജയം നേടും. സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും. വിജയം: പരീക്ഷ, അഡ്മിഷൻ, പ്രമോഷൻ. ശുഭമുദ്ര: ചന്ദ്രനിലേക്കുള്ള ഭക്തി. നവംബർ 20-25 ധനലാഭം സാധ്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം. ചില ചെറിയ പ്രശ്നങ്ങൾ ഭാവന കൊണ്ട് വലിയതാക്കരുത്. അനാവശ്യ അധികചിന്ത ഒഴിവാക്കുക. നേട്ടം: സാമ്പത്തിക ലാഭം. ഉത്തമകാലം: റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക്. ഡിസംബർ 20-25 വർഷാന്ത്യത്തിന്റെ ഫലം അനുകൂലമാണ്. യാത്രകളും ആഘോഷങ്ങളും സജീവമാകും. മനസ്സിലുള്ള കാര്യങ്ങൾ ഒട്ടുമിക്കതും സാധിക്കാം. പുതിയ സംരംഭങ്ങൾക്കുള്ള തുടക്കം വയ്ക്കാം. പുതുതായുള്ള തുടക്കം. ശുഭകാലം: 9, 14, 27. 20-25 ജൂൺ ഡിസംബർ സംഗ്രഹം. മേഖൽഫലൻ: തൊഴിൽ മിതമായ പുരോഗതി. സാമ്പത്തികം വർദ്ധിച്ച ചെലവുകൾ, പക്ഷേ അവസാനം ലാഭം. ആരോഗ്യം: ഓഗസ്റ്റിൽ ശ്രദ്ധ വേണം. കുടുംബം ചെറിയ പ്രതിസന്ധികൾ, പിന്നീട് സന്തോഷം. വിദ്യാഭ്യാസം: വിജയകരമായ സമയം.